എന്താ പോത്തില്ലേ, നല്ല സുന്ദരനായ പോത്തില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ഫുള്ള് പോത്ത് കൊണ്ട് ബിരിയാണിയാണോ ചോദിച്ചാൽ അല്ല, മന്തിയാണോ ചോദിച്ചാൽ അതുമല്ലട്ടാ, ഒരു അറബിക് സ്റ്റൈലിൽ അടിപൊളി മന്തി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകണം അല്ലേ. അപ്പോൾ ഇത് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ട് കുറേ പണികളുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് കഴുകുമ്പോഴേ ഈ വെള്ളമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ആളുകൾ കൺഫ്യൂസ്. ഇത് മൊത്തം പാടമാണ് കേട്ടോ. നമ്മൾ ഏകദേശം റോട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മൾ ഷൂട്ടിംഗ് കയറിയും പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആയിട്ട് ആളുകൾ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, നിങ്ങൾ സാധനങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള വഴിയൊക്കെ നമ്മളോട് കണ്ടിട്ടുണ്ട്. ഇതെന്താ സ്റ്റാറിൻ്റെ ഒരു 1000 ലിറ്റർ ടാങ്ക് നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന്നാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് കേട്ടോ. സ്റ്റാറിൻ്റെ ടാങ്ക് പറഞ്ഞപ്പോൾ പ്രത്യേകത എന്തറിയോ, ഇത് നമുക്ക് ടാങ്ക് ഫുള്ളായി ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. അടിയിൽ വാൾവ് തുറന്നിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാ അഴുക്കുന്ന സാധനങ്ങളൊക്കെ അടിയിൽ വന്ന് നിൽക്കും, അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ കഴുകാൻ പരിപാടിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളം ഇവിടെ കൊണ്ട് നിറച്ച് വെച്ചിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മളൊരു കുക്കിംഗ് പരിപാടി പറഞ്ഞാൽ കുറേ ഒരു 1000 മുകളിൽ ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. സ്റ്റീലിൻ്റെ ടാങ്ക് ആയതുകൊണ്ട് വെയിൽ കൊണ്ടാലും നമുക്ക് പ്ലാസ്റ്റിക്കിലുണ്ടാകുന്ന കംപ്ലൈൻറ്റ് ആരോഗ്യത്തിനുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്തുണ്ട്. നമുക്ക് വെള്ളത്തിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായാലും വെയിലത്തോ മഴയത്തോ എവിടെ വേണേലും വെക്കാം അല്ലേ, കേടൊന്നും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാറിൻ്റെ ടാങ്കിനെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. എന്തായാലും നമുക്കിത് നല്ല പോത്തിനൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് കുറേ പണികളുണ്ട് ചേട്ടാ. അടിപൊളി സംഭവമാണ്, റിസൾട്ട് കാണുന്നത്. എന്താ ചന്ത മതി 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 പോരാ. സുന്ദരനാ ഇല്ലേ, കറുത്ത പോത്ത് വെളുത്ത പോത്തായി. ചെറിയൊരു ചട്ടി വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇതിനോട് വെള്ളം ഇരിക്കണല്ലേ. അവിടെ മതി മതി മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കല്ലേ. ഇനി കുറച്ച് ഉപ്പ് വെച്ചോ. അവിടെ തിളക്കട്ടെ. അതിന്റെ പേരെന്താന്ന് അറിയാം ഏകദേശം എനിക്ക്. വെള്ളരിക്കല്ലേ, വെള്ളരിക്കല്ലാണ് സുക്കിനി പറയാം. സുക്കിനി സുക്കിനി വെള്ളരിക്ക മത്തനൊക്കെ പറയുന്നുണ്ട്. വെള്ളരിക്കല്ലാണ്. നല്ല ചക്കര മത്തല്ലേ, നല്ല ബലമാണത്. അതുണ്ടോ ചക്കരയല്ലേ? ചക്കരക്ക് ബലോ നല്ല ബലമുണ്ട് കേട്ടോ മത്തൻ. ചക്കര മത്തം പറഞ്ഞാൽ അതാണ് സാധനം. കടല ചേരമാലടിക്കുന്നു, അനങ്ങില്ലട്ടാ. എടുക്ക് നോക്കാം. മൂത്തങ്ങട്ടില്ലേ ഉള്ളി കൂടെ കിടന്ന് മറിയാണ്. ഇനി കുറച്ച് സാധനങ്ങൾ ഇട്ടു. വലിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചില്ലേ, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് മുളക് പൊടി, കുറച്ച് ചക്കരമത്തൻ, പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് സുക്കിനി, കുറച്ച് തക്കാളി, കുറച്ച് മല്ലിയില, നല്ല ഉണക്ക നാരങ്ങ, നമുക്ക് ചോറ് റെഡിയാക്കാം. ചെറിയ
കാര്യമില്ല. ശുദ്ധമായ ഓയിൽ, പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, ബേ ലീഫ്, കുറച്ച് പരിയുണ്ട്, ക്യാപ്സിക്കം, കുറച്ച് മാഗി ക്യൂബ്, വെള്ളം ഒഴിക്കാം, കുറച്ച് ഉണക്ക നാരങ്ങ, പച്ചമുളക്, കുരുമുളക്, കുറച്ച് പച്ചമല്ലി, അരി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഉപ്പുണ്ടാവില്ലേ, നോക്കിയിട്ടിടാം. ഒരല്പം നമുക്ക് കളർ ചേർക്കട്ടോ, വേണമെങ്കിൽ ചേർത്താൽ കളർ. കുറച്ച് തുറക്കരുത്, അത് മതി കേട്ടോ. നമുക്ക് ചോറെടുത്ത് നമുക്ക് അത് അറബിക് സ്റ്റൈലില്ലേ, അതില്ലേ ഓത്തക്കല്ലേ ഒരു പരുവത്തിലായിട്ടില്ല. പകുതി പൊട്ടിച്ചെടുക്കല്ലേ ചേച്ചാ, അങ്ങനെ പൊട്ടിച്ചതിനെ ഇത് നമുക്ക് എടുത്ത് തട്ടി വെക്കാം. ആ പോക്ക് പകുതി കിട്ടിയില്ലേ, വെന്തൊക്കെ പിഞ്ഞു പോയിട്ടത്. പോക്ക് പോത്തായില്ലേ. പച്ചക്കറികൾ ഇങ്ങനെ സൈഡിട്ട് കൊടുക്കണം. കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് പച്ചക്കറി ഇട്ടാൽ ശരിക്കും അറബിക് ഫുഡായി. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനം നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകട്ടാ. ഇത് ബിരിയാണി ചോദിച്ചാൽ അല്ല, മന്തിയാണോ ചോദിച്ചാൽ അതുമല്ല കേട്ടാ, മന്തി ബിരിയാണി. അപ്പോൾ കഴിച്ചു നോക്ക് കേട്ടാ, ആദ്യം റൈസ് കഴിച്ചു നോക്ക്. കഴിച്ചോളെ നോക്കേ, ഇത് കറിയൊന്നുമല്ലത്, ഇത് വെറുതെ ടേസ്റ്റ് രുചിക്ക് ഒഴിക്കുന്നതാണ് കേട്ടാ. ഇത് ഞാൻ ഇതിവിടെ എൻ്റെ ഇവിടെ കൊണ്ട് വെച്ചിട്ടേ കഴിക്കണ ഇവിടെ കഴിച്ചു നോക്കട്ടെ. ആദ്യം റൈസ് അങ്ങനെ കഴിച്ചു നോക്കട്ടെ. റൈസ് പൊളിട്ടാ. ഇന്ന് നമുക്ക് രണ്ട് പുതിയ അതിഥികൾ കിട്ടാ. നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന ആളുകളാണ് കേട്ടാ. അങ്ങനെ സാപ്പാട് எப்படி இருக்கு? சாப்பாடு சூப்பராக. இது பீஃபு കേട്ടാ. ഇതാണ് ശരിയാ, അത് നല്ല ടേസ്റ്റുള്ള പീസാണ്. സംഭവം ഒരു രക്ഷയിലായിട്ട് അടിപൊളി. ഇതേ നമ്മൾ കുറേ മസാലയൊക്കെ ഇട്ട് ശരിക്കും ബീഫിന് വേസ്റ്റ് ആക്കണം അല്ലേ. ഇത് ഒരു രക്ഷയില്ല സാധനം. വെന്ത് ശരിക്കും വെന്ത് ഇനി വേകാനൊന്നുമില്ല, ഒക്കെ ഉടഞ്ഞു പോയി വന്നിട്ട് 3-4 മണിക്കൂർ കുക്ക് ചെയ്തു. ഇത് ഭയങ്കര കഴിച്ചു നോക്കുക, കഴിച്ചേ അല്ലേ, ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല സാധനം അല്ലേ. ഏതൊരു രക്ഷപ്പെടാ, അടിപൊളി സാധനം ഇട്ടത് പറഞ്ഞ വിശ്വസിച്ചു. കാരണം എന്താ പറയുക, നമ്മൾ ഈ മസാലയൊക്കെ കുറേ ഇട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴാണ് നമ്മൾ ഈ ബീഫിൻ്റെ രുചി നമുക്ക് അറിയാതെ. ശരിക്കും ബീഫിൻ്റെ രുചി ഇതാണ് കേട്ടോ. അതിൽ ചെറിയ മുളക് പൊടിയും പിന്നെ ഈ പച്ചക്കറിയുടെ സാധനം എസൻസും കൂടി ഇറങ്ങില്ല, ഭയങ്കര ടേസ്റ്റ്. അറബികളുടെ
മെയിൻ സംഭവമാണ്. എന്താ മക്കളെ അതാ അത് കഴിച്ച് നോക്ക്. പഞ്ഞു പോലെ ഉണ്ട് കേട്ടോ സാധനം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. എങ്ങനെയുണ്ട് മക്കളെ ബീഫ്? നല്ല ടേസ്റ്റ് ഉണ്ടോ? കറി വെക്കുന്നതിനേക്കാൾ സൂപ്പർ അല്ലേ ബീഫിൻ്റെ രുചി? പച്ചക്കറിയിൽ കൂടെയൊക്കെ ആയിട്ട് വരുമ്പോൾ ആ പച്ചക്കറി എസൻസ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലാട്ടോ. വെറുതെ പറയാൻ കാണും അല്ലേ? നമ്മൾ ഉണ്ടായിക്കൊണ്ട് പറയട്ടാ. അടിപൊളി സാധനം, അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ ചട്ടിൻ്റെ ഉള്ളിൽ കുറേ ഇതിൻ്റെ ഉടഞ്ഞു പോയ സാധനങ്ങളുണ്ട്. അതാണ് ശരിക്കും കിട്ടേണ്ടത് നമുക്ക് കേട്ടാ. വായു കിട്ടുമ്പോൾ അലിഞ്ഞു പോകണം ചില ഭാഗങ്ങളൊക്കെ. ഇത് നമ്മളെ ബീഫ് വാങ്ങി മാത്രം ചെയ്യാൻ പാടുള്ളത് വീട്ടിൽ. ഇനി വേറെ പരിപാടിയില്ല നമ്മൾ. ആ പച്ചക്കറി സുക്കിനൊക്കെ വെന്തൊരു പരുവത്തിലായിട്ടുള്ളത്. ആ സുക്കിന് ഇത് ശരിക്കും നാട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടത്. അപ്പോൾ സംഗതി ഇരുട്ടായിക്കൊണ്ടിരിക്കണം കേട്ടാ. അപ്പോൾ സാധനം ഇനിയുണ്ട്. പതുക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ പോകുള്ളൂ അല്ലേ? നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേയും കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.